എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, SSC GD നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടിരുന്ന SSC GD എക്സാമിന്റെ റിസൾട്ട് ആൻസർ കീ വന്നിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തോ? അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SSC GD ഒരുപാട് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ. ഫോഴ്സിലേക്ക് കയറാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് GD എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. ഇന്നലെയാണ് ജൂൺ 15, ഇന്നലെയാണ് ആൻസർ കീ വന്നത്. നിങ്ങൾക്ക് അതായത് ഒരുപാട് പേര് പരാതി പറഞ്ഞു, കാരണം സൈറ്റ് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സൈറ്റ് ബിസി ആയിട്ട് വരുന്നത്. SSC ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പോം വഴി അതിനെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ 15-ാം തീയതി ഇന്നലെ തൊട്ട് നമുക്ക് ആൻസർ കീ വന്നിരിക്കുന്നത് 15 മുതൽ 20 വരെയാണ് ആൻസർ കീ ലൈവായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ കീ നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 15 മുതൽ 20 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ്, ഈ ഒബ്ജെക്ഷൻ റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ നോക്കിക്കോണേ. നിങ്ങളുടെ ആൻസർ കീ എടുത്തിട്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ പറയാം കേട്ടോ. ഒരുപാട് കാര്യങ്ങളിൽ ഇപ്രാവശ്യത്തെ എക്സാം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അത് ആൻസർ കീ വരുമ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്ജെക്ഷൻ റേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഒബ്ജെക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൊണ്ട് നിങ്ങളൊന്ന് നോക്കണേ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കീ നോക്കാം. ആൻസർ കീയിൽ അങ്ങനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആൻസറുമായിട്ട് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഒബ്ജെക്ഷൻ റൈസ് ചെയ്യാം. കാരണം ഒരു മാർക്ക് ആ മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പേയ്മെന്റ് പെർ ക്വസ്റ്റ്യൻ, അത് നമ്മൾ 50 രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ അവർ ഈടാക്കുന്നത് അല്ലേ. പെർ ക്വസ്റ്റ്യൻ 50 രൂപയാണ് ഈടാക്കുന്നത്. 6 മണി വരെയാണ്. 20-ാം തീയതി ജൂൺ 20-ാം തീയതി 20 എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ. 20-ാം തീയതി 6 മണി വരെയാണ് നമുക്ക് ലൈവായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആൻസർ കീ നോക്കുക. ആൻസർ കീ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരവാണ് ശരിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഒബ്ജെക്ഷൻ റൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്, നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് സൈറ്റിനകത്ത് GD ആൻസർ കീ ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. എല്ലാത്തിലും ഒന്നും പിടിച്ച് ക്ലിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ SSCയുടെ സൈറ്റിൽ കയറി എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ കയറി ലോഗിൻ ചെയ്യുക. അവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സൈറ്റിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ നോട്ടീസാണ് വരിക. അപ്പൊ നമ്മുടെ ലോഗിൻ ഐ ഡി വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ നമ്മുടെ പേജ്, നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്ത് വരും അല്ലേ. നമ്മുടെ യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും ആ ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യും. ബട്ട് അത് കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ സൈറ്റ് തന്നെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു സൈറ്റ് ഓപ്പൺ ആകുന്നുണ്ട്, ബട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ ആൻസർ കീ കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഒരു രാത്രി ഇന്നലെയല്ലേ വന്നേ, അപ്പൊ ഒരു രാത്രി ഒരു 10 മണിക്ക് ശേഷം ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പം 20-ാം തീയതി വരെ ടൈം ഉണ്ടല്ലോ. 10 മണിക്ക് ശേഷം നോക്കുക. ചിലപ്പോൾ ആ ടൈമിൽ കുറച്ച് ബിസി കുറയും. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ GDയുടെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അവിടെ എന്തുണ്ട്, ആപ്ലിക്കേഷൻ്റെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ കീ അവൈലബിൾ കാണിക്കും അല്ലേ. ആൻസർ കീ റെസ്പോൺസ് ഷീറ്റ് കൊടുക്കും. അവിടെ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ കീ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അല്ലേ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമ്മുടെ എന്തുണ്ട്, ഫിസിക്കൽ ഉള്ളൊരു പരീക്ഷയാണ് GD എന്ന് പറയുന്നത്. ബോയ്സിനും ഗേൾസിനും ഉണ്ട്. 2 പേർക്കും ഫിസിക്കൽ ഉള്ള എക്സാം ആണ്. ഒരുപാട് പേര് എന്ത് ചെയ്യും, ആൻസർ കീ ഒക്കെ വന്ന് മാർക്കൊക്കെ നോക്കിയതിന് ശേഷം GD ഫിസിക്കൽ നോക്കാനായിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു URനെ സംബന്ധിച്ച് കട്ട് ഓഫ്, അതായത് ഫിസിക്കലിന് മുന്നേ ഉള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്, URനെ സംബന്ധിച്ച് ഫിസിക്കലിന് മുന്നേ ഉള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 95, 90, 100 ഈ ഒരു റേഞ്ചിലാണ് URന്റെ കട്ട് ഓഫ് നിന്നത്.
ദെൻ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അറിയാമല്ലോ SC ST ആണെങ്കിലൊക്കെ SC ST അതൊക്കെ ആണെങ്കിൽ ഒരു 50-60 റേഞ്ച് ആണെന്ന് തോന്നുന്നു. അത്രയൊക്കെ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യവും അത് തന്നെ എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം പുതിയ പാറ്റേൺ ഒക്കെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, പുതിയ പാറ്റേണൊക്കെ അനുസരിച്ച് മാറ്റമൊക്കെ എക്സാംസിന് എഡ്യൂക്കേറ്റീവ് പാറ്റേൺ അനുസരിച്ച് നമ്മൾ അറിഞ്ഞു അല്ലേ, എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് ഇനീക്വാളിറ്റി അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തില്ലേ. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മുടെ കട്ട് ഓഫിലും കാണാതിരിക്കില്ല. ഓക്കെ, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. നമുക്കറിയില്ല, നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു 90-100 UR കാറ്റഗറിയാണ് ഇപ്രാവശ്യം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഒരു 80-85 ഒരു 100 റേഞ്ചിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ, 80+ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഫിസിക്കൽ നോക്കുക. കാരണം ഫിസിക്കൽ അറിയാമല്ലോ, ഇവൻറ്റുകൾ ഓട്ടോ ഉണ്ട്. അപ്പം ആ ഇവൻറ്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ ഇവൻറ്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ അതിപ്പം തന്നെ എന്ത് ചെയ്യുക, ഫിസിക്കലിനുള്ള പരിപാടികൾ ഇപ്പം തന്നെ നോക്കുക. ആൻസർ കീ നോക്കിയിട്ട് ഒരു 80 മാർക്ക് എന്ന് പറയുമ്പോൾ 2 മാർക്കിനല്ലേ നമുക്ക് അല്ലേ. അപ്പം 40 ശരിയായിരുന്നാൽ മതി അല്ലേ. അപ്പം 40 ശരിയാണ്, ഒരു 80 സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പോവുക. പിന്നെ റിസൾട്ട് അപ്പോൾ ഉടനെ തന്നെ വരും. ആൻസർ കീ വന്ന സ്ഥിതിക്ക് റിസൾട്ട് ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. സോ ബാക്കി നമുക്ക് ഇല്ലയോ ഉണ്ടോ എല്ലോ എന്നുള്ളത് നമ്മുടെ ഭാഗ്യം കണക്കിരിക്കും. അപ്പം എന്തായാലും 80+ മാർക്ക് ഉള്ളവർ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ തയ്യാറെടുക്കുക. അതുപോലെ CRPF ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു വിങ് ആണ്. അതിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ടതുകൊണ്ട് അതിൻ്റെയൊക്കെ കട്ട് ഓഫ് കുറഞ്ഞിരിക്കും. അപ്പം ഒരു 80 എന്ന് പറയുന്നത് ഞാനൊരു ബൗണ്ടറി വെച്ചതാണ്. ഇത് ജനറലിൻ്റെ ആണ്, URൻ്റെ വെച്ചിട്ടാണ് 80 പറഞ്ഞത്. ബാക്കി ഇപ്പം കണക്ക് 40 മുകളിലുള്ള ഈ SC ST അങ്ങനെയുള്ള കാസ്റ്ററാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഫിസിക്കൽ നോക്കുക. ഉറപ്പായിട്ടും കയറിപ്പോകാൻ പറ്റുന്നതായിരിക്കും. CISF, CRPF, BSF ഇതിനൊക്കെ റിക്രൂട്ട്മെന്റ് വളരെ കൂടുതലുള്ള വിങ് ആണ്. അപ്പം ഉറപ്പായിട്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ കട്ട് ഓഫ് കുറച്ചിട്ട് ആളെ എടുക്കാൻ നോക്കും. മാത്രമല്ല ഫിസിക്കൽ കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഒരു കട്ട് ഓഫ് അവരിടും. അപ്പോൾ അവരെന്തായാലും ഇവിടുത്തെ കട്ട് ഓഫ് എന്തായിരിക്കും, ഇപ്പോൾ വരുന്ന കട്ട് ഓഫ് കുറവായിരിക്കും. ഫിസിക്കൽ കഴിഞ്ഞിട്ട് എടുക്കുന്ന ആളുടെ ഒരു പ്രപ്പോർഷൻ അനുസരിച്ചായിരിക്കും ഫൈനൽ കട്ട് ഓഫ് നിർണ്ണയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നിപ്പം സൈറ്റ് ബിസി ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2 ദിവസം അല്ലെങ്കിൽ നാളെ ഒന്ന് കഴിയട്ടെ. അല്ലെങ്കിൽ രാത്രി എന്ത് ചെയ്യാം, ഉറങ്ങാതിരുന്നിട്ട് എന്ത് ചെയ്യുക, 2 മണി 3 മണിക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ എന്തായാലും ആൻസർ കീ ഡൗൺലോഡ് ചെയ്തിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ 2, നെഗറ്റീവ് മാർക്ക് മൈനസ് ചെയ്ത് 80+ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിസിക്കലിന് വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ GDക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് PYQs ഒക്കെ ഒരുപാട് GD ക്ലാസ്സൊക്കെ നമ്മൾ നടത്തിയതാണ് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും മാർക്കും കാര്യങ്ങളും ആൻസർ കീ നോക്കിയിട്ട് മാർക്കും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും കയറി പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ CGLൻ്റെ ക്രാഷ് ബാച്ച് SSC CGL ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് SSC CGL ആണ്. CGLന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സും മെൻ്റർ സപ്പോർട്ടും എല്ലാം ഉള്ളൊരു ക്യാപ്സ്യൂൾ പരുവമാണ്. കാരണം CGL അടുത്തു, പിന്നെ ഒരു ക്രാഷ് കൊണ്ട് നമുക്ക് എല്ലാം പഠിച്ച് ഇരിക്കുന്നവർക്ക് ക്രാഷ് ആണ് നമുക്കിനി വേണ്ടത് അല്ലെ, റിവിഷൻ ആണ് വേണ്ടത്, ഒരു ഇൻറ്റൻസീവ് റിവിഷൻ. സോ അത് ആഗ്രഹിക്കുന്നവർ ക്ലാസ് പർച്ചേസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, കോഴ്സിനെ പറ്റി ഏതെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക്